കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഹോശന്നാ ഞായർ. വേദവിചാരത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 9 വാക്യം. ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. ഇന്നത്തെ വിഷയം എന്നിൽ സ്നേഹം എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഹോശന്നാ ഞായർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ യെരുശലേമിലേക്കുള്ള ജയപ്രവേശനമാണ്. ജനങ്ങൾ ഹോശന്ന എന്ന് വിളിച്ചപ്പോൾ അവർ ഒരു രാജാവിനെ സ്വീകരിക്കുകയായിരുന്നു. പക്ഷേ ആ രാജാവ് അധികാരത്തിന്റെ രാജാവല്ല, സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും രാജാവാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നിൽ സ്നേഹം എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഞാനത് തിരിച്ചറിയുന്നുണ്ടോ? അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നുണ്ടോ? 3 കാര്യങ്ങളാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സ്നേഹം എന്നിൽ മാറ്റം വരുത്തുന്നു, സ്നേഹം എന്നിൽ കരുണ വളർത്തുന്നു, സ്നേഹം എന്നിൽ സേവനം സൃഷ്ടിക്കുന്നു. ഒന്നാമത്തേത്, സ്നേഹം എന്നിൽ മാറ്റം വരുത്തുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഹോശന്നാ ദിനത്തിൽ ജനങ്ങൾ യേശുവിനെ രാജാവായി സ്വീകരിച്ചു. എന്നാൽ ചില ദിവസങ്ങൾക്കുള്ളിൽ അവർ തന്നെയാണ് ക്രൂശിക്കൂ എന്ന് വിളിച്ചത്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്? മനുഷ്യ ഹൃദയം സ്ഥിരമല്ല, എന്നാൽ ദൈവസ്നേഹം നമ്മെ സ്ഥിരമാക്കുന്നു എന്നാണ്. ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ വർദ്ധിക്കുമ്പോൾ അത് നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വാക്കുകളെയും മാറ്റുന്നു. മുൻപ് നാം കോപം നിറഞ്ഞവരായിരുന്നു എങ്കിൽ ഇപ്പോൾ സമാധാനം കൈവരിക്കുന്നു. മുൻപ് സ്വാർത്ഥരായിരുന്നു എങ്കിൽ ഇപ്പോൾ സ്നേഹം പങ്കിടാൻ പഠിക്കുന്നു. മുൻപ് ക്ഷമിക്കാത്തവരായിരുന്നു എങ്കിൽ ഇപ്പോൾ ക്ഷമിക്കാൻ പഠിക്കുന്നു. യേശു യെരുശലേമിലേക്ക് വന്നത് കഴുതപ്പുറത്താണ്. കഴുത വിനയത്തിന്റെ അടയാളമാണ്. ദൈവസ്നേഹം നമ്മെ വിനയമുള്ളവരാക്കുന്നു. രണ്ടാമത്തത്, സ്നേഹം എന്നിൽ കരുണ വളർത്തുന്നു. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. ഹോശന്നാ ദിനത്തിൽ എല്ലാവരും സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു. എന്നാൽ യേശു കരഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് യേശു കരഞ്ഞത്? യേശു ജനങ്ങളുടെ ഉള്ളറകൾ കണ്ടു, അവരുടെ ദുഃഖം കണ്ടു, അവരുടെ പാപം, അവരുടെ ഭാവി എല്ലാം യേശു കാണുകയായിരുന്നു. ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം. ദൈവിക സ്വഭാവം കരുണയുള്ളതാണ്. ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദന നമ്മെ സ്പർശിക്കും. ദരിദ്രരുടെ അവസ്ഥ നമ്മെ വിഷമിപ്പിക്കും. ഒറ്റപ്പെട്ടവരുടെ ദുഃഖം അറിയാൻ കഴിയും. കരുണയില്ലാത്ത സ്നേഹം സ്വാർത്ഥ സ്നേഹമാണ്. യേശുവിന്റെ സ്നേഹം യഥാർത്ഥ അവസ്ഥകളെ കണ്ട് കരഞ്ഞ സ്നേഹമാണ്. അത് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ്. മൂന്നാമത്തത്, സ്നേഹം എന്നിൽ സേവനം സൃഷ്ടിക്കുന്നു. വേദപുസ്തകം പറയുന്നു, മർക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായം 45 വാക്യം, മനുഷ്യന്റെ ശുശ്രൂഷ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഹോശന്നാ ദിനത്തിൽ ജനങ്ങൾ യേശുവിനെ രാജാവായി സ്വീകരിച്ചു. എന്നാൽ യേശു രാജാവായിട്ടും സേവകനുമായാണ് ജീവിച്ചത്. ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അത് നമ്മെ സേവനത്തിലേക്ക് നയിക്കുന്നു. കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ നാം സേവകരാകുന്നു. സ്നേഹം പ്രവർത്തനമില്ലാതെ നിലനിൽക്കുകയില്ല. അത് പ്രവൃത്തിയായി പ്രകടമാകണം. യേശു തന്റെ ജീവൻ നൽകി. അത് സ്നേഹത്തിന്റെ പരമാവധി പ്രകടനമാണ്. പ്രിയരെ, ഹോശന്നാ ഞായർ ഒരു ആഘോഷം മാത്രമല്ല, അത് ഒരു ആത്മപരിശോധനയാണ്. ജനങ്ങൾ ഹോശന്നാ എന്ന് വിളിച്ചപ്പോൾ അവർ യേശുവിനെ സ്വീകരിച്ചു. ഇന്ന് നാം യേശുവിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? എന്നിൽ യേശുവിന്റെ സ്നേഹം എങ്ങനെയാണ് പ്രവർത്തിച്ചത്? എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അത് എന്നെ മാറ്റിയിട്ടുണ്ടോ? യേശുവിന്റെ സ്നേഹം എന്നിൽ
കരുണ വളർത്തിയിട്ടുണ്ടോ? യേശുവിൻ്റെ സ്നേഹം എന്നെ സേവനത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ? യേശു ഇന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹം നമ്മിൽ പ്രവർത്തിക്കും. നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കട്ടെ: സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. സ്വയം മാറുവാനും കരുണയുള്ളവരായിരിക്കുവാനും സേവന മനോഭാവത്തിലേക്കും നയിക്കുകയും ചെയ്യണമേ. ഈ ഹോശന്നാ ഞായർ നമ്മുടെ ജീവിതം സ്നേഹത്തിൻ്റെ സാക്ഷ്യമായി മാറട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.